പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഉദയസൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ എഴുന്നേൽക്കുമ്പോൾ നീതിസൂര്യനാകുന്ന, ലോകത്തിൻ്റെ പ്രകാശമാകുന്ന, ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന യേശു കർത്താവിൻ്റെ ആത്മീയ കിരണങ്ങൾ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ദൈവവചന ധ്യാനത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ഐസയ്യാ ചാപ്റ്റർ 30 വേഴ്സ് 21. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. ഒന്നുകൂടി ആവർത്തിക്കുന്നു. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. ആമേൻ. ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനും മനം തിരിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിൽ വരുവാൻ ഇസ്രായേൽ ദൈവജനത്തെ പ്രബോധിപ്പിച്ചിട്ട് മനം തിരിഞ്ഞു വരുന്ന ദൈവജനത്തോട് മനം തിരിഞ്ഞു വരുമ്പോൾ നടക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കുന്നതാണ് ഇതിനകത്തെ വചനം. 110-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? തൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. പിന്നെ ഞാൻ തന്നെ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നും ഞാൻ തന്നെ വഴിയാകുന്നുവെന്നും യേശു കർത്താവിന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ പുതിയ നിയമത്തിൽ കാണാം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറയുന്നു. അപ്പോ ഇവിടെ വഴിയെക്കുറിച്ചാണ് ഒരു പരാമർശം എഴുതിയിരിക്കുന്നത്. മനം തിരിഞ്ഞു വരുന്നവര് നടക്കേണ്ടുന്ന വഴി ഏതായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന്. ഒന്നുകൂടി പറഞ്ഞാൽ, മനം തിരിഞ്ഞു വരുമ്പോൾ കൺഫ്യൂഷനായി നിൽക്കുമ്പോൾ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ, എൻ്റെ ഈ സന്ദേശം ഈ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണമെന്ന് കൺഫ്യൂഷനായി, ഇത് തിരിയണോ അങ്ങോട്ട് തിരിയണോ, അകത്തെ അന്തരാത്മാവിൽ നിന്ന് ഈ വഴി നടക്കാനും സാഹചര്യങ്ങൾ നോക്കിയാൽ മറ്റിത് ശരിയല്ല എന്നും വേറെ വഴി പോകണമെന്നും പല വിധത്തിലുള്ള ആ മുന്നോട്ടും ഇടുന്ന ഒരു യുദ്ധ സമാനമായി മുന്നോട്ടും പുറകോട്ടും പോകാൻ പറ്റാതെ സ്ട്രക്കായി നിൽക്കുന്ന അനുഭവം ഒന്ന്. 2 തരത്തിൽ നീങ്ങണമോ എന്ന് വിചാരിക്കുന്ന ഒന്നാമത്തെ അനുഭവം ഒന്ന്. 2, മുന്നോട്ടിങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ മുന്നോട്ട് പോകാൻ വഴിയില്ല, പുറകോട്ട് പോകാനും പറ്റുന്നില്ല. ഇനി ഏത് വഴി പോകണമെന്നറിയാതെ മുൻപിൽ വഴിയില്ലാതെ നിൽക്കുന്ന രണ്ടാമത്തെ ഒരു അനുഭവം. 1, ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്നറിയാതെ കൺഫ്യൂഷനായി നിൽക്കുന്ന ഒന്നാമത്തെ ഒരു വിഭാഗം ജനം. 2, വഴി മുന്നോട്ടില്ല. ഉദാഹരണത്തിന് ഇസ്രായേൽ ജനം മുന്നോട്ട് വരുമ്പോ അവര് മുന്നോട്ട് ഇങ്ങനെ വരുമ്പോ ഈ ചെങ്കടലിന്റെ തീരത്ത് വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആർത്തിരമ്പി അലച്ചൊഴുകുന്ന ചെങ്കടലിന്റെ മുൻപിൽ മുന്നോട്ട് പോകാൻ വഴിയില്ല. പിന്നോട്ട് നോക്കുമ്പോൾ ഫറവോനും സൈന്യവും വരുന്നു. അതിനകത്ത് ഒറ്റപ്പെട്ടു പോയി ഇനിയൊരു വഴിയില്ല എന്ന് വിചാരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം. ഈ 2 വിഭാഗങ്ങളുടെയും മുൻപിലാണ് കർത്താവ് ഒരു വഴി പറയാമെന്ന് പറയുന്നത്. ഈ വാക്കിനെ ശ്രദ്ധിക്കണ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവജനത്തോട് പറയുന്നത് BC 750 പറയുന്ന വാക്കുകൾ ഒരു 2750 അതായത് 27 ശതകങ്ങൾ, 27 നൂറ്റാണ്ടുകളെ തട്ടി ഇന്ന് കാതിൽ ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം അങ്ങനെ തന്നെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു ശബ്ദം നിന്റെ കാതിൽ കേൾക്കും. അതൊരു പക്ഷേ നിന്റെ ഫിസിക്കൽ കാതിൽ കേട്ടില്ലെങ്കിലും ഹൃദയത്തിന്റെ കാതുകളിൽ ഒരു ശബ്ദം കേൾക്കും. മുൻപോട്ട് നടന്നുകൊള്ളുവീൻ, വഴി ഇതാകുന്നു. ഹല്ലേലൂയ. വഴി ഏതാണെന്നറിയാത്ത, വഴി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു കൺഫ്യൂഷനായി നിൽക്കുമ്പോൾ, മുന്നോട്ട് പോകാൻ പറ്റില്ല, വഴിയില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു ശബ്ദം പിന്നിൽ കേൾക്കും. കാതിലൊരു ശബ്ദം കേൾക്കും, അല്ല ഹൃദയത്തിനകത്തൊരു ശബ്ദം കേൾക്കും. വഴി ഇതാകുന്നു, ഇത് വഴി നടന്നുകൊള്ളുവിൻ. ഹല്ലേലൂയ.
ഇന്ന് ഈ ശബ്ദം ആശ്വസിപ്പിക്കുന്ന ശബ്ദമാ, അത് മന്ദമായ ശബ്ദമാ. ആ ശബ്ദം പറയുന്നത് എൻ്റെ നുകം മൃദുവും എൻ്റെ ഭാരം ലഘുവുമാ, എന്നോട് ചേർന്ന് പഠിപ്പീൻ. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് അധ്വാനമില്ല, ഭാരം ചുമക്കുന്നില്ലെങ്കിലും മാനസികമായി ഇന്ന് ഭാരപ്പെട്ട് ഹൃദയത്തിനകത്തും ഭാരവുമായിട്ട് നടക്കുന്ന നിന്നോട് ഞാൻ ആത്മാവിൽ ഈ സന്ദേശം അറിയിക്കട്ടെ. അത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുമ്പോൾ അങ്ങോട്ടും മാറണ്ട, വഴി ഇതാകുന്നു എന്ന് പറയുന്ന ആ നാഥന്റെ ശബ്ദം. ഹല്ലേലൂയ. വഴി അറിയാതെ മുന്നോട്ട് പോകുമ്പോൾ ഇതിലെ പോകണോ, മറ്റേ വഴി യാത്ര ചെയ്യണോ, എനിക്കൊരു പ്രതീക്ഷയുണ്ടോ എന്ന് വിചാരിക്കുമ്പോൾ, ഹോപ്പ്ലെസ് ആയി പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇടത്ത് ഇന്ന് രാത്രി അല്ല ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ വിശ്വസിച്ച് നിന്നെ കൈവിട്ട് കളയുന്നവനല്ല, വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല, വഴി ഇതാകുന്നു എന്ന് പറയുന്ന ശബ്ദം. ഒന്നാമത് ആദ്യം പറഞ്ഞതുപോലെ ഏത് വഴി പോകണമെന്ന് അറിയത്തില്ല. ഇതെടുക്കണോ അതെടുക്കണോ, ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് പോകണോ, സ്ട്രെയിറ്റ് പോകണോ, പലവിധ സമ്മർദ്ദങ്ങളിൽ അകപ്പെട്ടിട്ട് ഏതു വഴി തിരിയണം എന്നറിയാതിരിക്കുമ്പോൾ, കുഞ്ഞെ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്നോട് സംസാരിക്കുന്നത്, നീ വചനം തുറന്നു വായിച്ചേ, ദൈവവചനം കേട്ടേ, ദൈവത്തോട് ആലോചന ചോദിച്ചേ, ദൈവത്തോടൊന്ന് ചോദിച്ചേ, ഈ വഴിയാണോ ശരിയെന്ന് ചോദിച്ചേ. കർത്താവ് നിന്നോട് സംസാരിക്കും, യേശു നിന്നോട് ഇടപെടും. വഴി ഇതാകുന്നു. ഹല്ലേലൂയ. യേശു എന്നൊരു വഴിയുണ്ട്. യേശു എന്ന വഴി സ്വർഗത്തിലേക്കുള്ള വഴി, പിതാവിലേക്കുള്ള വഴി. എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ലെന്ന് പറഞ്ഞ യേശു എന്ന വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ യേശു എന്ന വഴി, യേശു എന്ന ഏക വഴി. ആ വഴിയിലേക്കൊന്ന് കൊടുത്തേ, തെറ്റാതെ നിന്നെ വഴി നടത്തുന്ന യേശു കർത്താവ് കൂടെ ഇരിക്കും. രണ്ട്, വഴിയില്ല, മുന്നോട്ട് പോകാനില്ല, കടഭാരം പേറി ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിൽ, ജീവിതത്തിന്റെ വൈഷമ്യമേടുകളിൽ ഭാരം പേറി നിന്നിട്ട് മുന്നോട്ട് പോകാൻ ഒരു സാഹചര്യം കാണാതിരിക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ, നിന്റെ വഴി അസ്തമിച്ചിട്ടില്ല, ഈ സൂര്യൻ അവസാനിച്ചില്ല, ഇനിയും നിനക്ക് നടക്കാം, ഇനിയും നിനക്ക് യാത്ര ചെയ്യാം. ഈ കരം പിടിക്കുന്ന, നിന്റെ കരത്തിൽ പിടിച്ച് യാത്ര ചെയ്യാൻ യേശു ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. ഒരു രാത്രി ഓടിപ്പോകുന്ന യാക്കോബ് ലൂസ് എന്ന പട്ടണത്തിലെത്തി. അവിടെ കിടന്നു. അവിടെ എഴുതിയിരിക്കുന്നു, സൂര്യൻ അസ്തമിച്ചു. എന്നീ വചനം കേൾക്കുമ്പോൾ പലരുടെയും സൂര്യൻ അസ്തമിച്ച ഇരുട്ടിൽ തപ്പുന്ന അന്ധകാരത്തിൽ വഴി അറിയത്തില്ല, ഇനി വഴിയില്ല, മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരു കല്ല് തലയണയായിട്ട് എടുത്തു വെച്ച യാക്കോബിനെ അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി. ആ രാത്രിയിൽ ദൈവത്തെ ധ്യാനിച്ചു കിടന്ന യാക്കോബ് ഒരു സ്വപ്നം കണ്ടു, ഒരു ദർശനം കണ്ടു. ആഘോഷത്തോളം എത്തുന്ന കോവേണി, അതിനകത്ത് ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ആ ഇറങ്ങുകയും ചെയ്യുന്ന അതിനകത്ത് യാക്കോബ് ചാടി എഴുന്നേറ്റിട്ട് പറയുക, ഇത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലം, ഞാനോ അത് അറിഞ്ഞില്ല. എന്നിട്ട് തീരുമാനിച്ചു, ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുവന്നാൽ ഇതാ ഈ ലൂസ് അന്നർത്ഥം നിന്റെ അവസാനമല്ല, സൂര്യൻ അസ്തമിച്ചെന്ന് പറയുന്നിടത്ത് നിന്റെ അവസാനമല്ല, വഴി അവസാനിക്കുകയല്ല, ഇവിടെ നിന്ന് ആരംഭിക്കുകയാ. ആ ലൂസിനെ ദൈവത്തിന്റെ മുഖമാക്കി ബഥേലാക്കി മാറ്റി മുന്നോട്ട് നടത്തുന്ന ദൈവത്തിന്റെ കരം, ബഥേലാക്കി മാറ്റി മുന്നോട്ട് നടത്തുന്ന ദൈവത്തിന്റെ കരം നിന്നോട് കൂടിയിരിക്കുന്നു. ഒന്ന് വിശ്വസിച്ചോ, നിന്നെ വഴിയിലിട്ടിട്ട് പോകുന്നവരല്ല, വഴി നടത്തുന്ന ദൈവം, വഴി നടത്തുന്ന ദൈവം. ലൂസിൽ അസ്തമിക്കല്ല, സൂര്യൻ അസ്തമിച്ചെടുത്ത് അവസാനിക്കുകയല്ല. അത് അടുത്തൊരു പ്രഭാതം നിനക്ക് വേണ്ടിയുണ്ട്. ആ പ്രഭാതം നിനക്ക് ഒരു വാർത്തയുമായിട്ടാ, നിന്റെ വഴി ഓപ്പൺ ആണെന്ന് പറയുന്ന, വഴിയിൽ കൂടെ നടക്കുന്ന ഒരുവന്റെ അത് ഒരുവന്റെ സന്ദേശവുമായിട്ടാണ് ഇറങ്ങുന്നത്. ഒരു വഴിയും കാണാതെ യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയപ്പെട്ട് യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം വാതിലടച്ച് അകത്തിരിക്കുകയാ. 4 പാടും പുറത്തിറങ്ങാൻ പറ്റത്തില്ല, എഴുതിയിട്ടുണ്ട്. യഹൂദന്മാരെ ഭയപ്പെട്ട് ഒരു വഴിയും കാണുന്നില്ല, അടച്ചിട്ട റൂമിനകത്ത് വാതിലടച്ചിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ, അതേ ഇനിയൊരു വഴിയില്ല, മുന്നോട്ട് പോകാൻ വഴിയില്ല. വാതിൽ തുറന്നാൽ യേശുവിന്റെ ഗതി ഉണ്ടാകുമോ, കളിയാക്കുമോ, പരിഹസിക്കുമോ, കല്ലെറിഞ്ഞു കൊല്ലപ്പെടുമെന്നറിയാതെ ഒരു വഴിയും കാണാതിരിക്കുന്ന ശിഷ്യന്മാർ അടച്ചിട്ട വാതിലിനകത്ത്, 4 റൂമിനകത്ത് ഒരു വഴിയും കാണാതെ അതിനകത്തിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യഹൂദന്മാരെ ഭയപ്പെട്ട് വാതിലടച്ചിരുന്ന ആ വാതിലിനകത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇറങ്ങി വരിക.
ഒരു ശനിയാഴ്ച സൈലൻസിന്റെ, അതേ നിശബ്ദതയുടെ, ഇരുട്ടിന്റെ ഒരു രാത്രി. വെള്ളിയാഴ്ച കഴിഞ്ഞു ശനിയാഴ്ച. ആ ശനിയാഴ്ച പതിവ് പോലെ 24 മണിക്കൂറേ ഉള്ളൂ കുഞ്ഞേ. നിന്റെ അന്ധകാരം ആ ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. ആ ശനിയാഴ്ചയുടെ ഡാർക്കിന്റെ, ആ സൈലൻസിന്റെ 24 മണിക്കൂർ കഴിഞ്ഞാൽ ഞായറാഴ്ച പ്രഭാതം. ആ പ്രഭാതത്തിന്റെ പേര് ഞായറാഴ്ച എന്നല്ല, ഉയർപ്പിന്റെ ദിവസം, ഉയർപ്പിന്റെ പ്രഭാതം. നിനക്ക് വേണ്ടി ഒരു വാർത്തയുമായിട്ട് വരിക. ഇതാ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പോയി മരണപ്പെട്ടു തീർന്നു എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു എന്ന വാർത്തയുമായിട്ട്, ഉയർപ്പിന്റെ വാർത്തയുമായിട്ട് നിനക്ക് വേണ്ടി ഒരു ഞായറാഴ്ചയുണ്ട്. നിനക്ക് വേണ്ടി ഒരു ഉയർപ്പിന്റെ പ്രഭാതമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുമ്പോൾ അവസാനമല്ല കുഞ്ഞെ, നിനക്ക് വേണ്ടി ആരംഭിക്കുന്നൊരു പ്രഭാതം, നിനക്ക് വേണ്ടി തുടങ്ങുന്നൊരു പ്രഭാതം. വഴി ഇതാകുന്നു എന്ന് പറയുന്ന യേശുവിന്റെ ഇമ്പശബ്ദം കാതിൽ കേൾക്കട്ടെ. കണ്ണുകൾ അടയട്ടെ, എല്ലാ കണ്ണുകളും അടച്ചിരിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ ചൂരച്ചെടിയുടെ താഴെ കർത്താവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണേ എന്ന് പറയുന്ന ഏലിയാവിനോട് ആകാശത്ത് നിന്ന് ദൂതൻ ഇറങ്ങി വന്ന്, അത് ഉയരത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് കരയിൽ മേൽച്ചുട്ടെ അടയും തുരുത്തി വെള്ളവും കൊടുത്തിട്ട് പറഞ്ഞു, ഏലിയാവേ എഴുന്നേൽക്ക്, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. തളർന്നു കിടന്ന് ഉറങ്ങുന്ന നിന്നോട് പറയുക, വഴി ഇതാകുന്നു, എഴുന്നേൽക്ക, യാത്ര ചെയ്യാനുണ്ടെന്ന് പറയുന്ന യേശുവിന്റെ ശബ്ദം. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളിലേക്ക് കൊടുക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ചേർന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. വഴി അറിയാതെ ഇരുട്ടിൽ തപ്പുന്നവര്, വഴി തീർന്നു, മുന്നോട്ട് ഒരു വഴിയും കാണാതെ നിൽക്കുന്നവര്, ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ എന്ന് നോക്കി നിൽക്കുന്നവര്, സകല പേരെയും അനുഗ്രഹിക്കുന്നപ്പോ വഴി ഇതാകുന്നു എന്ന് പറയുന്ന യേശുവിന്റെ വഴി ഇന്ന് ജനത്തിന് കാണിച്ചു കൊടുക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. സ്വർഗം കൂടിയിരിക്കുന്നു. വഴി തുറക്കുന്ന ദൈവം, വഴി തുറക്കുന്ന ദൈവം. വഴി അടച്ചു എന്ന് പറയുന്നിടത്ത് അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് തുടങ്ങുന്ന ഓപ്പണാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചെങ്കടലിന്റെ അടിത്തട്ടിൽ വഴിയൊരുക്കുന്ന ദൈവം ജനത്തോട് കൂടിയിരിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കും. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്രം, സകല മാനവത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. കർത്താവിന്റെ ആത്മാവോട് ചേർന്ന് നടക്കാം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.